തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി. എറണാകുളം സ്വദേശിയുടെ കാർ പുറത്തിറക്കാനാകാതെ മണിക്കൂറുകളോളം മുകളിൽ കുടുങ്ങി. കോർപ്പറേഷൻ അങ്കണത്തിൽ നിർമ്മിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു തകരാറുമില്ലെന്നും പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും മേയർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് വീണ്ടും പാർക്കിംഗ് സിസ്റ്റം തകരാറിലായി കാർ കുടുങ്ങിയത്. വിഷയദാരിദ്ര്യമാണ് നമ്പർ 1. 5 വർഷം മുമ്പുണ്ടായിരുന്ന കോർപ്പറേഷൻ അല്ലല്ലോ ഇപ്പോൾ. കോർപ്പറേഷൻ മാറി, തൃശ്ശൂർ സിറ്റി മാറി. ഇതൊക്കെ അസൂയയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോ സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവന്നേക്കണേ. ഇത് ഭംഗിയായി നടക്കുന്നുണ്ട്. ഇന്നലെ പെയിന്റ് അടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉൾവശം പെയിന്റ് അടിക്കുക, അതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വെൽഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും സത്യമാണ്. അതിനുവേണ്ടി ഇന്ന് വാഹനങ്ങൾ കയറ്റരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ന് അവരൊരു കുലുങ്ങിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നിരന്തരം ശ്രദ്ധിക്കുന്നൊരു സാധനമാണ്. കാരണം ഇതൊരു പുതിയ സംരംഭമാണ്. നമ്മുടെ വണ്ടികൾ അടിയന്തരമായിട്ട് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ വണ്ടിയാണ് അതിനകത്ത് കയറ്റിടാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇടരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് കുലുങ്ങുകയോ കലുങ്ങുകയോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കുക ഞാനാ. കാരണം എന്താ, ഒരു വിട്ടുവീഴ്ച എൻ്റെ ഭാഗത്തുനിന്നില്ല. പാർക്കിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ വൻ അഴിമതിയുണ്ടെന്നും ഇതിന്റെ കമ്പികൾ ഒടിഞ്ഞ് നിരവധി കാറുകൾ പലതവണ കുടുങ്ങിയിട്ടുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരുന്നു. കാർ മുകളിലേക്കും താഴേക്കും കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ 13 കമ്പികൾ ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ഇത് പുറമേ കാണാതിരിക്കാൻ വെൽഡിംഗ് നടത്തി പെയിന്റ് ചെയ്ത് മറച്ചിരിക്കുകയാണെന്ന പ്രതിപക്ഷാരോപണം ശരിവയ്ക്കുന്ന വിധമാണ് പാർക്കിംഗ് കേന്ദ്രത്തിൽ വീണ്ടും കാർ കുടുങ്ങിയത്. ജനങ്ങളുടെ ജീവന് കോർപ്പറേഷൻ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ലെന്നും കോർപ്പറേഷന്റെ കാർ കയറ്റാതെ ജനങ്ങളുടെ കാർ കയറ്റിയിട്ട് പരീക്ഷണത്തിന് മുതിരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ ആരോപിച്ചു. ഈ കാറിട്ട് പരീക്ഷിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാറിന്റെ കമ്പികൾ വീണ്ടും ഒടിഞ്ഞു. ഇവിടെ വരുന്ന ആളുകളുടെ വാഹനം ഇവിടെ ഇടിയിച്ചിട്ടാണോ പരീക്ഷണം നടത്തേണ്ടത്? ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുടെ വാഹനമുണ്ട്? മേയറെ കാറിട്ട് പരീക്ഷണം നടത്താനില്ലേ? കോർപ്പറേഷനിൽ വന്ന ഒരാളുടെ കാറ് സെക്യൂരിറ്റിക്കാരെ കൊണ്ട് ഇവിടെ ഇടിച്ചത്. ഈ പരീക്ഷണം നടത്തണമെങ്കിൽ മേയറെ കാറിട്ട് പരീക്ഷണം നടത്തട്ടെ. മേയറെ കോർപ്പറേഷൻ ഔദ്യോഗിക വാഹനമല്ല, സ്വന്തം മേയറിട്ട് വീട്ടിൽ നിന്ന് കൊണ്ട് കാറിട്ട് പരീക്ഷ നടത്തട്ടെ. ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ യാതൊരു വില കൽപ്പിക്കാത്ത ഭരണ നേതൃത്വമാണ്. കോർപ്പറേഷനിൽ ഔദ്യോഗിക ആവശ്യത്തിനെത്തിയ എറണാകുളം സ്വദേശി ജിതിൻ ജോസഫിന്റെ കാറാണ് കുടുങ്ങിയത്. കോർപ്പറേഷനിൽ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു 2:30-3 മണിയപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മളിപ്പം 1 മണിക്കൂറിനടുത്തായി കാർ ഇവിടെ സ്റ്റക്കാണ്. അപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എന്തോ സ്റ്റക്കായതാണെന്നാണ് പറയുന്നത്. ബാക്കിയൊന്നും അവർ പറയുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, നിങ്ങളെല്ലാവരും വന്നപ്പോഴാണ് അറിഞ്ഞത് കുറേ നാളായിട്ട് ഇവിടെ പ്രശ്നമായിട്ട് കിടക്കുകയാണെന്ന് അറിഞ്ഞത്. സെക്യൂരിറ്റിക്കാർ പറഞ്ഞിട്ട് കയറ്റിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ അങ്ങോട്ടേക്ക് വിട്ടപ്പം പാർക്ക് ചെയ്തു. നമ്മൾ ഇറക്കിയിട്ട് പോക്ക് കിടക്കുള്ളൂ, ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ. പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ വീണ്ടും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. TCV ന്യൂസ്, തൃശൂർ.